ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളാൽ ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. നമ്മൾ മുങ്ങി താഴുമ്പോഴും നമുക്ക് കിട്ടുന്ന പച്ചവടിയാണോ അല്ലെങ്കിൽ ഉണക്കക്കമ്പാണോ അല്ലെങ്കിൽ പാമ്പാണോ നമ്മൾ നോക്കാറില്ല. നമ്മൾ അതിൽ പിടിച്ച് രക്ഷപ്പെടാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തെയാണ് ഞാൻ നേരിട്ട് കണ്ടത്. കാഞ്ഞിരമറ്റത്ത് ഗിരിജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം തൻ്റെ മൂത്ത മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 4 ലക്ഷം രൂപയോളം ലോൺ എടുക്കുകയും ഇന്ന് അത് മുടങ്ങി ഇന്ന് 6 ലക്ഷം രൂപയോളം എത്തി നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ മുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 3 പെൺമക്കളാണുള്ളത്. അതിൽ ഏറ്റവും ഇളയതിനാണെങ്കിൽ ബ്രെയിൻ കാർന്നതിൻ്റെ രോഗമാണുള്ളത്. ഇന്ന് പൂർണ്ണമായിട്ട് കിടപ്പിലാണ്. എനിക്കത് കണ്ടപ്പോഴേക്ക് വളരെ വിഷമം തോന്നിയൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ആൾക്കാണെങ്കിൽ കണ്ണിന് കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പഠിക്കുന്നുണ്ട്, PG പഠിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെതായ പരിമിതികൾ ആ കുട്ടിയെ ബാധിക്കുന്നുണ്ട്. പിന്നെ ആ ചേച്ചിക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ്. പിന്നെ ഈ ഇളയ കൊച്ചിനെ നോക്കേണ്ടതുകൊണ്ട് വീട്ടിലെപ്പോഴും ഒരാൾ വേണം. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇതിന് ജെനുവിനിറ്റി പരിശോധിക്കാനായിട്ട് ഞാൻ നേരിട്ട് കാണുകയും മാത്രമല്ല അവിടുത്തെ മെമ്പറെ വിളിച്ച് സംസാരിക്കുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തതാണ്. ശരിക്കും എനിക്ക് അധികം നേരം വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. കാരണം എന്നെയും വളരെയധികം മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ആ വീട് ജപ്തിയുടെ ഇതിൽ നിൽക്കുകയാണ്. കാരണം ഒരു 4 സെൻറ്റ് ഭൂമിയിൽ ഒരു ചെറിയ കൂര. ആ കൂര ജപ്തിയിലോട്ട് പോയി കഴിഞ്ഞാൽ നാളെ അവർ എങ്ങോട്ട് ഇറങ്ങുന്നു അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നിങ്ങളാൽ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി സഹായിക്കുക. നിങ്ങൾക്ക് ഒന്നും നൽകാനില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും പരമാവധി എല്ലാവരിലും എത്തിക്കുക. സന്മനസ്സുള്ളവർ കണ്ട് ആ ഒരു കുടുംബത്തിന് എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ എല്ലാവരും സഹായിക്കുക അവരെ.